ട്രംപ് ചക്രവർത്തിയാണെന്നാണ് ഭാവം. പലപ്പോഴും അത് തുറന്നു പറയാൻ പോലും മടി കാണിക്കാത്ത ട്രംപിനിപ്പോൾ 8ന്റെ പണിയാണ് കിട്ടിയത്. ചെയ്തതൊക്കെ പിഴവാണെന്ന് ജനത മാത്രമല്ല, കോടതി പോലും വിധി എഴുതിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു? അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി അയാൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇപ്പോൾ നല്ല തിരിച്ചടിയും കിട്ടി. ഇതാണ് പറയുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടരുത് എന്ന്. നിങ്ങൾ എന്താണ് ഒടുവിലുണ്ടാക്കിയത്? സ്വന്തം ജനതയുടെ വയറ്റത്തടിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചതത്രയുമെന്ന് അമേരിക്കയുടെ ഫെഡറൽ കോടതി വരെ പറഞ്ഞിരിക്കുകയാണ്. ലോകത്തെ എല്ലാ ബിസിനസ്സുകാരെയും അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ നോക്കിയിട്ട് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ പേടിച്ച് അമേരിക്കൻ ജനത മറ്റ് രാഷ്ട്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന സ്ഥിതി വരെ എത്തി. എന്താണ് ഫെഡറൽ കോടതി നടത്തിയ നിരീക്ഷണം എന്ന് പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കടുത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. തീരുവ നടപടികൾ നിയമാനുസൃതമല്ലെന്ന് US ഫെഡറൽ കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഏകപക്ഷീയമായ തീരുവകൾ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. തീരുവ നടപടികൾ US കോൺഗ്രസിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. അതേസമയം കോടതി വിധിക്കെതിരെ ട്രംപ് സർക്കാർ അപ്പീൽ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അന്തർദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ താരിഫ് നയങ്ങൾ പിന്നീട് താരിഫ് യുദ്ധത്തിലേക്കാണ് ചെന്നെത്തിയത്. ഇപ്പോഴും അമേരിക്കയും ചൈനയുമായി തുടരുന്ന താരിഫ് യുദ്ധം മറ്റ് പല മേഖലകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കക്കാർക്ക് എന്തൊക്കെയോ നൽകാമെന്ന വാഗ്ദാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് നടപ്പിലാക്കിയ ഇത്തരം നയങ്ങളൊക്കെ അമേരിക്കക്കാരുടെ വയറ്റിത്തടിക്കുന്ന നടപടികൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ട്രംപിന്റെ താരിഫ് നയം ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി ട്രംപിനോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുക വരെ ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധം എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. എന്തിനായിരുന്നു ആ യുദ്ധം? അത് അമേരിക്കൻ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രാഥമികമായി അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ, അതായത് 2017 മുതൽ 2021 വരെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ആക്രമണാത്മക വ്യാപാര നയങ്ങളും താരിഫ് ചുമതലകളും താരിഫ് യുദ്ധം എന്ന പദത്തെ സൂചിപ്പിക്കുന്നതാണ്. 2025 അദ്ദേഹം വീണ്ടും അധികാരത്തിലെത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ താരിഫ് നയങ്ങളുടെ ദീർഘകാല ഫലങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. ഒരു രാജ്യം താരിഫ് ചുമത്തുമ്പോൾ അത് വിദേശ സാധനങ്ങളെ കൂടുതൽ ചെലവേറിയതാക്കുന്നു. പകരം ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യൂ എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ചൈന, വലിയ അളവിൽ വില കുറഞ്ഞ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഭൗതിക സ്വത്ത് മോഷ്ടിച്ചും അന്യായമായ വ്യാപാര സന്തുലിതാവസ്ഥ നിലനിർത്തിയും US-നെ അന്യായമായി മുതലെടുക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നു. ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് 2018 മുതൽ ട്രംപിന്റെ ഭരണകൂടം നൂറുകണക്കിന് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതികൾക്ക്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ളവയ്ക്ക് തീരുവ ചുമത്താൻ ആരംഭിച്ചത്. US സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിക്കൊണ്ട് ചൈന തിരിച്ചടിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ഈ പ്രത്യാക്രമണം ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്കാണ് ചെന്നെത്തിപ്പെട്ടത്. ട്രംപിന്റെ പ്രധാനപ്പെട്ട താരിഫ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യത്തേത് ചൈന തന്നെയാണ്. ഇലക്ട്രോണിക്സ്, യന്ത്രങ്ങൾ, വസ്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ എന്നിവയുൾപ്പെടെ 360 ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US തീരുവ ചുമത്തി. അടുത്തത് സ്റ്റീലും അലൂമിനിയവുമാണ്. US ലോഹ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആഗോളതലത്തിൽ ഈ വസ്തുക്കൾ താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. അടുത്തത് യൂറോപ്യൻ യൂണിയൻ, കാനഡ, മെക്സിക്കോ എന്നിവയ്ക്കാണ്. സഖ്യകക്ഷികളാണെങ്കിലും ഈ രാജ്യങ്ങളും വിവിധ സാധനങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തി. ഇത് ബന്ധങ്ങൾ കൂടുതൽ വഷളാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അമേരിക്കൻ നിർമ്മാണ ജോലികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും അത് ഫലത്തിൽ വിപരീതമായിട്ടാണ് സംഭവിച്ചത്. US വ്യാപാര കമ്മി, പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ളത് കുറയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. US-ലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ടായിരുന്നു. അന്യായമായ വ്യാപാരം നടത്തിയ രാജ്യങ്ങളെ ശിക്ഷിക്കുക എന്നതുകൂടി ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടു. താരിഫ് യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിച്ചു എന്നതാണ് ഇനി പറയുന്നത്. ട്രംപിന്റെ ഉദ്ദേശങ്ങൾ അമേരിക്കൻ ജനതയെ നന്നാക്കുക എന്ന ലക്ഷ്യമിട്ടതാണെങ്കിലും താരിഫ് യുദ്ധം സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്. കൂടാതെ പല സാമ്പത്തിക വിദഗ്ധരും വാദിക്കുന്നത് അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചതിനേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിച്ചു എന്ന വസ്തുതയാണ്. ഒന്നാമത്തത് ഉയർന്ന ഉപഭോക്തൃ വിലകൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവകൾ അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വലിയ ദൈനംദിന ഉൽപ്പന്നങ്ങളെയും കൂടുതൽ ചെലവേറിയതാക്കി എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ചെലവ് കൂടിയ അവസ്ഥയിലേക്ക് അമേരിക്കൻ ജനത എത്തിപ്പെട്ടു. വാഷിംഗ് മെഷീനുകൾ, ടിവികൾ, സ്മാർട്ട് ഫോണുകൾ, വസ്ത്രങ്ങൾ എന്നിവ പോലുള്ള ഇനങ്ങൾക്ക് പോലും വില വർദ്ധിച്ചു വന്നു. അമേരിക്കൻ കമ്പനികൾ ആഗോള വിതരണ ശൃംഖലകളെ വളരെയധികം ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ഘടകങ്ങൾ കൂടുതൽ ചെലവേറിയതോടുകൂടി അന്തിമമായി വരുന്ന പ്രൊഡക്റ്റിന് കൂടുതൽ വില വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. താരിഫ് കാരണം ശരാശരി അമേരിക്കൻ കുടുംബം പ്രതിവർഷം 100 കണക്കിന് ഡോളർ അധികമായി നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. അടുത്തത് കർഷകർക്ക് ഏറി വന്ന ഭാരമാണ്. സ്വയം
സോയാബീൻ, ചോളം തുടങ്ങിയ US കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാനമായി വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ചൈന പ്രതികാര താരിഫ് ഏർപ്പെടുത്തി. ഇത് കയറ്റുമതിയിൽ കുത്തനെ ഇടിവിന് കാരണമായി. നിരവധി കർഷകർക്ക് വലിയ നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. ഇത് അവരുടെ പോരാട്ടങ്ങൾ പരിഹരിക്കുന്നതിനായി $28 ബില്യൺ മൂല്യമുള്ള ബെയിൽ ഔട്ടുകൾ നൽകാൻ US ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. ഗ്രാമീണ സമൂഹങ്ങൾ കഷ്ടപ്പെട്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചില ഫാമുകൾ ശാശ്വതമായെങ്കിലും അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. ലാഭത്തിലായ പല ഫാമുകളും അടച്ചുപൂട്ടുന്ന കാഴ്ചയും അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് വലിയ തൊഴിൽ നഷ്ടമാണ്. പല ജീവനക്കാർക്കും തൊഴിൽ നഷ്ടമായി. താരിഫുകൾ അമേരിക്കൻ ജോലികളെ സംരക്ഷിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ നിരവധി വ്യവസായങ്ങൾ നേരെ വിപരീതമായിട്ടാണ് അനുഭവിച്ചത്. ഉദാഹരണത്തിന് സ്റ്റീൽ വ്യവസായം ചില പ്രാരംഭ നേട്ടങ്ങൾ കണ്ടപ്പോൾ ഓട്ടോമൊബൈൽ നിർമ്മാണം പോലുള്ള സ്റ്റീൽ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾ ഉയർന്ന ചെലവുകളാണ് നേരിടേണ്ടി വന്നത്. ഇത് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിലേക്കും നിയമങ്ങൾ കുറയ്ക്കുന്നതിലേക്കും നയിച്ചു. വർദ്ധിച്ചു വരുന്ന ബിസിനസ് ചെലവുകളും വിപണി അനിശ്ചിതത്വവും കാരണം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയോ സൃഷ്ടിക്കപ്പെടാതിരിക്കുകയോ ചെയ്തതായി പഠനങ്ങൾ പറയുന്നു. ഓഹരി വിപണിയിലെ അസ്ഥിരതയാണ് മറ്റൊരു കാര്യം. പുതിയ താരിഫുകളുടെ ഓരോ പ്രഖ്യാപനവും സാമ്പത്തിക വിപണികളിൽ വലിയ അസ്ഥിരതയ്ക്ക് തന്നെ കാരണമായി. ദീർഘകാല വ്യാപാര ബന്ധങ്ങളെയും ബിസിനസ് ലാഭത്തെയും കുറിച്ച് നിക്ഷേപകർക്ക് അനിശ്ചിതത്വമുണ്ടായി. ബിസിനസ്സുകൾ നിക്ഷേപവും നിയമന തീരുമാനങ്ങളും മാറ്റിവെക്കേണ്ടി വന്നു. വിരമിക്കൽ ഫണ്ടുകൾ, ശരാശരി അമേരിക്കക്കാരുടെ നിക്ഷേപങ്ങൾ എന്നിവയെ ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ കാര്യമായി ബാധിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാർ ട്രംപിനെതിരെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ചെറുകിട ബിസിനസ്സുകളെയും കാര്യമായിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട്. പല ചെറുകിട ഇടത്തരം സംരംഭങ്ങളും ഇറക്കുമതി ചെയ്ത മെറ്റീരിയലുകളെയും ഉൽപ്പന്നങ്ങളുടെയും ആശ്രയിക്കുന്ന ഒന്ന് തന്നെയാണ്. താരിഫുകൾ അവരുടെ ചെലവ് വർദ്ധിപ്പിച്ചു. മത്സരം കാരണം പലർക്കും ആ ചെലവുകൾ ഉപഭോക്താക്കൾക്ക് കൈമാറാൻ സാധിച്ചതുമില്ല. ചില ചെറുകിട ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. മറ്റുള്ളവരാകട്ടെ ലാഭകരമായി തുടരാൻ പാടുപെടുകയാണ്. ആഗോള പ്രശസ്തിക്ക് വേണ്ടിയും നയതന്ത്രവും ആക്രമണാത്മക വ്യാപാര നിലപാട് സഖ്യകക്ഷികളുമായുള്ള ബന്ധങ്ങളെപ്പോലും വഷളാക്കുകയാണ് ചെയ്തത്. കാനഡ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ US-നെ വിശ്വസനീയമല്ലാത്ത ഒരു വ്യാപാര പങ്കാളിയായി നോക്കിക്കണ്ടത് ട്രംപിന്റെ ഈ വരവോടുകൂടിയാണ്. ദീർഘകാല വ്യാപാര ചർച്ചകൾ കൂടുതൽ കഠിനമാവുകയാണ് ചെയ്തത്. അമേരിക്കൻ വ്യാപാര നേതൃത്വത്തിൽ ആഗോള ജനതയുടെ ആത്മവിശ്വാസം ദുർബലമായി തുടങ്ങി. ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ ട്രംപിന് ചില നീക്കുപോക്കുകൾ നടത്തേണ്ടതായി വന്നു. എന്നാലും വിപണി നേരിട്ട പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ചില US ഉൽപ്പാദനം തിരിച്ചു വന്നുവെങ്കിലും ട്രംപ് വിഭാവനം ചെയ്ത തോതിലേക്ക് ഒന്നും എത്തിയില്ല. ഓട്ടോമേഷനും തൊഴിൽ ചെലവുകളും അർത്ഥമാക്കുന്നത് വിശാലമായ പരിഷ്കാരങ്ങളില്ലാതെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ തിരിച്ചുപിടിക്കുന്നത് സാധ്യമല്ല എന്ന് തന്നെയാണ്. അമേരിക്കയ്ക്ക് അനുകൂലമായി ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാനുള്ള ധീരമായ ശ്രമമായിരുന്നു ട്രംപിന്റെ താരിഫ് യുദ്ധം. പക്ഷേ യഥാർത്ഥ ഫലങ്ങൾ കൂടുതൽ സങ്കീർണമായിരുന്നു എന്ന് മാത്രം. ഇത് വിലകയറ്റത്തിനും കർഷകർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാനും പല മേഖലകളിലും തൊഴിൽ നഷ്ടത്തിനും ആഗോള ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും കാരണമായി. അമേരിക്കൻ ഉൽപ്പാദനം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിലും അത് സംരക്ഷിക്കാൻ ഉദ്ദേശിച്ച ആളുകളെ, ശരാശരി അമേരിക്കൻ തൊഴിലാളിയെയും ഉപഭോക്താവിനെയും വളരെ ദോഷമായിട്ടാണ് ബാധിച്ചത്. ആ നയങ്ങളുടെ ഫലങ്ങൾ 2025 വരെയും US സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കയറി വന്ന നാൾ മുതൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കിയ നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ മുതൽ അമേരിക്കയുടെ അല്ല ലോകരാജ്യങ്ങളുടെ ഒക്കെ തന്നെ മുതുകത്ത് കയറാനാണ് ട്രംപ് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് താരിഫ് യുദ്ധം പോലും അദ്ദേഹം പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം ലോക ചക്രവർത്തി എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചതിന് തെളിവുകളൊന്നുമില്ലെങ്കിലും നിലപാടിൽ അങ്ങനെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും നിരവധി സംഭവങ്ങളും പ്രസ്താവനകളും വിമർശകരെയും നിരൂപകരെയും അദ്ദേഹം സാമ്രാജ്യത്വ അഭിലാഷങ്ങൾ പുലർത്തുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ രാജവാഴ്ചയുടെ വെളിച്ചത്തിൽ സ്വയം ചിത്രീകരിക്കുന്നുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അത്തരം അനവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുവ ഡി വിസിൽവ ട്രംപ് ലോകത്തിന്റെ ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ വിമർശിക്കുകയും മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റേതാണെന്ന് ആരോപിക്കുന്ന ഒരു ഉദ്ധരണി ട്രംപ് ഒരിക്കൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം രാജ്യത്തെ രക്ഷിക്കുന്നയാൾ ഒരു നിയമവും ലംഘിക്കുന്നില്ല എന്നായിരുന്നു അത്. അദ്ദേഹം നിയമത്തിന് മുകളിലാണെന്ന് വിമർശകർ സൂചിപ്പിക്കുന്നതിനായി ഇത് വ്യാഖ്യാനിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രംപ് സ്വയം ദ കിങ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ഭരണകൂടം രാജകീയ വസ്ത്രം ധരിച്ച് ചിത്രീകരിക്കുന്ന AI നിർമ്മിച്ച ചിത്രങ്ങളും അദ്ദേഹം പങ്കിട്ടു. ഗ്രീൻലാൻഡിലും പനാമ കനാലിലും താൽപര്യങ്ങൾ ഉൾപ്പെടെ US പ്രാദേശിക വികസനത്തിനായി ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിലെ മാനിഫെസ്റ്റ് ഡെസ്റ്റിനി പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നതാണ്. ട്രംപ് സ്വയം ഒരു ചക്രവർത്തിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ നടപടികളും പ്രസ്താവനകളും അദ്ദേഹം ഒരു സാമ്രാജ്യത്വ അല്ലെങ്കിൽ രാജവാഴ്ചയുള്ള വ്യക്തിത്വം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണകൾക്ക് കാരണമായിട്ടുണ്ട്. എന്തായാലും ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാകാൻ വന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയുടെ മുഴുവൻ കോപത്തിന് പാത്രമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.